പാലക്കാട് സ്വദേശി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമനിൽ ഒരുക്കം തുടങ്ങിയെന്ന് സംശയിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവരുമ്പോൾ നിറയുന്നത് ആശങ്കയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ ജയൻ എടപ്പാളിന് നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം ലഭിച്ചതായി വിവരമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഇനി അനിവാര്യതയാണ്. വധശിക്ഷാവിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു. ബ്ലഡ് മണി നൽകി നിമിഷയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും വിജയിച്ചില്ല. ഇതിനിടയിലാണ് പുതിയ ആശങ്ക. തന്റെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഉത്തരവ് ജയിലിലെത്തിയിട്ടുണ്ടെന്ന് ഒരു അഭിഭാഷക അറിയിച്ചതായി നിമിഷപ്രിയ പറഞ്ഞെന്നാണ് ജയൻ എടപ്പാൾ അവകാശപ്പെടുന്നത്. റംസാൻ നോയമ്പ് കഴിഞ്ഞാൽ എന്തിനും ഏതിനും സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ അനിവാര്യതയാകുന്നത്. ഇറാനിൽ സമ്മർദ്ദം ചെലുത്തി യമനിൽ നിന്നും അനുകൂല തീരുമാനം എടുപ്പിക്കാനാണ് തീരുമാനം. അതിനിടെ നിമിഷപ്രിയയ്ക്ക് ലഭിച്ച ദുരൂഹ ഫോൺ കോൾ സന്ദേശം വ്യാജമെന്ന് സ്ഥിരീകരണം വരുന്നുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവില്ലെന്ന് സന ജയിൽ അധികൃതർ അറിയിച്ചതായി യമനിലെ ഇന്ത്യൻ എംബസിയാണ് സ്ഥിരീകരിച്ചത്. ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വനിതാ അഭിഭാഷകയുടേത് എന്ന പേരിൽ ഫോൺ കോൾ ലഭിച്ചതായി റിപ്പോർട്ട് വന്നതിനു പിന്നാലെയാണ് ഇന്ത്യൻ എംബസിയുടെ വിശദീകരണം. യമനി പൗരനായ അബ്ദു മഹദിയെ 2017 ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് വധശിക്ഷ നേരിടുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ യമനിലെ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു. സനയിലെ ജയിലിലാണ് നിമിഷപ്രിയയുള്ളത്. ജയിൽ ഹൂത്തി നിയന്ത്രണത്തിലാണ്. വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവായെന്ന് അറിയിച്ചായിരുന്നു ഫോൺ സന്ദേശം. വധശിക്ഷയുടെ തീയതി തീരുമാനിച്ചതായി അഭിഭാഷക പറഞ്ഞെന്ന് നിമിഷപ്രിയ വ്യക്തമാക്കിയിരുന്നു. അമ്മയ്ക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് നിമിഷപ്രിയ അഭിഭാഷകയുടെ ഫോൺ കോൾ വന്ന വിവരം അറിയിച്ചത്. അരമണിക്കൂർ മുൻപ് ഒരു ഫോൺ കോൾ വന്നു. അതൊരു ലോയർ സ്ത്രീയുടേതാണ്. ജയിൽ ഓഫീസിലേക്ക് വിളിച്ചിട്ട് നിമിഷപ്രിയയുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. ചർച്ചയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവർ ചോദിച്ചു. ഒന്നുമായില്ല. കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് വധശിക്ഷയുടെ ഓർഡർ ഇവിടെ ജയിൽ വരെ എത്തിയിട്ടുണ്ടെന്ന്. ഈദിന്റെ അവധിയൊക്കെ തീരുമ്പോഴേക്ക് എന്താകുമെന്ന് അറിയില്ല. എല്ലാവരും വളരെ വിഷമത്തോടെയാണ് എന്നോട് പെരുമാറുന്നത്. എന്തെങ്കിലും അറിഞ്ഞോ? സാമുവൽ സാറിനോട് ഒന്ന് പറഞ്ഞേക്ക്. ശബ്ദ സന്ദേശത്തിൽ നിമിഷ പറഞ്ഞു. എന്നാൽ ആരാണ് ഈ വനിതാ അഭിഭാഷക എന്ന കാര്യം വ്യക്തതയില്ല. അതേസമയം റമസാൻ മാസത്തിൽ നടപടിക്ക് സാധ്യതയില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനും മോചന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആളുമായ സാമുവൽ ജെറോം പ്രതികരിച്ചിരുന്നു. 2009 പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ നഴ്സായി യമനിൽ ജോലിക്കെത്തിയത്. 2012 തൊടുപുഴ സ്വദേശി ടോമി തോമസിനെ വിവാഹം ചെയ്തു. വൈകാതെ ടോമിയും യമനിലെത്തി. അവിടെ വെച്ച് മകൾ മിഷേൽ ജനിച്ചു. മകളുടെ മാമോദിസ ചടങ്ങുകൾക്കായി 2014 നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തി. ഇവരുടെ സുഹൃത്തു കൂടിയായിരുന്നു തലാൽ അബ്ദു മഹദി. തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക്ക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു. നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി. പിന്നീട് മടങ്ങാനിരുന്ന ടോമിക്ക് യമനിൽ യുദ്ധം രൂക്ഷമായതോടെ മടങ്ങാനായില്ല. പിന്നീടാണ് ഈ കൊലപാതകങ്ങൾ അരങ്ങേറുന്നത്.